Thammanam P O അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ദാ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പോൾ നല്ല കരിയൊക്കെ പിടിച്ചിരിക്കുന്ന നിലവിളക്കിനെ നമ്മൾ പുത്തനാക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരേ ഒരു കാര്യം മതി. അപ്പോൾ അതെന്താണെന്നല്ലേ? അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങ് ഓടിപ്പോവാം. എന്നാൽ അതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം പോരും കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വേണ്ടതെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്, ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈര്. നല്ല തൈരില്ലേ. അപ്പോൾ 2-3 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം നല്ലപോലെ ഇരുന്ന് അങ്ങ് പുളിക്കും. അങ്ങനെ നല്ല പുളിച്ച തൈരുണ്ടെങ്കിൽ ഇതാ എടുത്തോ. ക്ലീനിങ്ങിന് നല്ല ബെസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും വേനൽക്കാലം ആയതുകൊണ്ട് മിക്കവരും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയാകുമ്പോൾ ഇച്ചിരി നാരങ്ങ വെള്ളം എന്തായാലും പിഴിഞ്ഞ് കുടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നാരങ്ങളും പിഴിഞ്ഞ് കുടിക്കുന്നവർ തൊലി എടുത്ത് വെച്ചോ കേട്ടോ. നമുക്കിതാ ക്ലീനിങ്ങിന് നല്ല ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നേരെ നമ്മൾ പോവാണ്. ഇത് നമ്മൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മളിതാ കുറച്ച് ഇതിലേക്ക് ആ തൈരങ്ങ് ഇതാക്കുക. എന്നിട്ട് നമ്മുടെ ഇത് വെച്ച് നല്ല പോലെ അങ്ങ് ഉരയ്ക്കുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ നമ്മൾ ഇതിനകത്ത് ഡിഷ് വാഷോ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മറ്റേ ലക്ഷ്മി വിളക്കില്ലേ, വെള്ളിയുടെ അതാണ് കേട്ടോ. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പെട്ടെന്ന് കരി പിടിക്കും അല്ലേ, ഒരു പ്രാവശ്യം കത്തിക്കാൻ വയ്ക്കും. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു തട്ടത്തിൻ്റെ ആ വിളക്കിരുന്ന കാരണം ആ എണ്ണ വന്നിട്ട് അവിടെയും ഒരു പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലായിടത്തും ഇതേമാതിരി തൈരും അതിൻ്റെ ഈ നമ്മുടെ നാരങ്ങയുടെ തൊലിയും വെച്ച് നല്ല പോലെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് തുടയ്ക്കാൻ വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ന്യൂസ് പേപ്പറോ വെച്ച് തുടച്ചെടുക്കാം. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അതൊക്കെ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ പണികളും കൂടി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല വിളക്കുമ്പോൾ അങ്ങ് പിടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ നാരങ്ങയുടെ തൊലിയില്ലേ അത് വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പിടിച്ചേക്കുന്ന മറ്റേ ക്ലാവ് പോലെ ഒരു പച്ച കളറൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ അത് പോവും. കരി ഉണ്ടെങ്കിൽ കരി പോവും. എണ്ണമയം ഇതെല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത്തിരി അത് പോവോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മനസ്സിനകത്ത് എന്തായാലും എന്ത് കാര്യമായാലും നമ്മൾ കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മനസ്സിൽ വീഴും അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. അതെ, ആദ്യം നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വാളംപുളി ഇരുമ്പുളി ഒക്കെ ഇട്ട് നമ്മൾ കഴുകുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഈ പുളിയുള്ള സാധനങ്ങൾ അതിൻ്റെ ആ ഒരു അസിഡിറ്റി പവർ കൊണ്ടാണ് ഇതെല്ലാം നല്ലപോലെ ക്ലീനായി കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് തൈര് വെച്ച് ചെയ്തുകൂടാ, തൈരും പുളിയുള്ള ഐറ്റം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ സംഭവം നല്ല കിടിലനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ലൈവായിട്ട് തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കാണാം ആ തട്ടത്തിൻ്റെ കടിയിൽ ആ ഒരു എണ്ണയുടെയൊക്കെ ആ ഒരു പാടുണ്ടായതൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ കൂടുതൽ നമുക്ക് സ്ക്രബ്ബറോ മറ്റ് സാധനങ്ങളോ ഇതൊന്നും വേണ്ട. ഒരക്കൽ പിടിക്കൽ പരിപാടികളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റ് നമ്മുടെ കുറേ ടെക്നിക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതേ കണ്ടോ, തട്ടൊക്കെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദിവസമൊക്കെ നല്ലപോലെ കരി ഇരിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറുനാരങ്ങ വെച്ചിട്ട് പോണില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കുഞ്ഞ് സ്പോഞ്ചോ അല്ലെങ്കിൽ ചകിരിയുടെ കഷ്ണം വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ കരിയും കാര്യങ്ങളുണ്ടെങ്കിൽ. അല്ല നമ്മൾ നോർമലായിട്ട് ഡെയിലി അല്ലെങ്കിലും 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ കഴുകുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റാണ് കേട്ടോ. കൂടുതൽ നമ്മൾ ഉരക്കെ പിടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട, സുഖമായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും ഈ തൈരായതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നല്ല വെള്ളത്തിൽ ഇതിങ്ങനെ ടബ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ അങ്ങ് വാഷ് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ അതിങ്ങനെ നല്ല ടപ്പനായിട്ട് നമ്മുടെ വിളക്കിനെ അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ പുളി ഇടുമ്പോൾ ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊക്കെ വാളംപുളി ഉപയോഗിക്കുമ്പോൾ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണ കളർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. കളറൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ മുമ്പത്തെ നിലവിളക്കിൻ്റെ വീഡിയോയിൽ വന്നിരുന്നു, അതിൻ്റെ സ്വർണ്ണ നിറം പോവാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്പുണ്ടോ എന്ന്. അപ്പോൾ ഇത് ബെസ്റ്റാണ് കേട്ടോ. കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒരു കോട്ടൺ തുണി വെച്ച് വെള്ളം നല്ല കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഉണക്കി അങ്ങ് എടുക്കണം. അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ പാട് ഒക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിളക്കിന് നിറം കിട്ടുമോ കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ തുടച്ച് നല്ല ഇതായിട്ട് അങ്ങ് വെക്കാം. അപ്പോൾ വെള്ളിയുടെ പാത്രങ്ങളായാലും ഇങ്ങനെ കഴുകാം, അതേപോലെ തന്നെ നമ്മുടെ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. വിളക്കോ അതേമാതിരി നമ്മുടെ സേവനാഴിയില്ലേ അതൊക്കെ ഇങ്ങനെ കഴുകാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ. അപ്പം ഇങ്ങനെ പുളി പിടിച്ച് തൈര് അങ്ങനെ ബാക്കി വരികയാണെങ്കിൽ ഇതാ വേഗം എടുത്തോ, 2 കഷ്ണം നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയും എടുത്തോ കേട്ടോ. സംഭവം നല്ല ക്ലാസ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.